ഹലോ ഗായ്സ്, പൊന്നിൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഓൺലി ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് അവൾക്ക് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പൊന്നു നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഞാൻ പിന്നെ വിളിക്കാനും പോയില്ല. അപ്പോൾ ഞാൻ എന്താ രാവിലെ എണീച്ച് വന്നപ്പോൾ തന്നെ ഇന്നലെ രാത്രി ഏട്ടൻ ഫുഡ് കഴിച്ചതും സ്നാക്സ് കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ വാഷ് ബേസിലുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ഒന്ന് എടുത്ത് കഴുകി വെച്ചു. പിന്നെ ഇന്ന് രാവിലത്തേക്ക് ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ദോശമാവ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശമാവ് ഞാനൊന്ന് എടുത്ത് ഇളക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. അവർ രണ്ടാളും എണീച്ചിട്ട് ചൂടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നെ ചൂടോടെ തിന്നാലോ. അപ്പോഴാണ് ഞാനിന്ന് ഉച്ചക്കേക്ക് എന്ത് കറി ഉണ്ടാക്കുന്ന ആലോചിച്ചത്. മോര് കറി വെച്ചത് ഫ്രിഡ്ജിലുണ്ട്, അതുകൊണ്ട് ചാറ് കറിയായിട്ടൊന്നും വേണ്ട. പിന്നെ വറവിനാണ് എന്തെങ്കിലും ആക്കേണ്ടത്. അപ്പോൾ നോക്കിയപ്പോൾ പച്ചക്കറിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു കടല എടുത്ത് വറവ് പോലെ ഉണ്ടാക്കാമെന്ന്. പക്ഷേ കടല വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു. ഞാൻ മുന്നേ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടായിരുന്നു. കടല തലേന്ന് വെള്ളത്തിലിടാൻ മറന്നുപോയാൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ വെച്ചാൽ അത് കുതിർന്ന് കിട്ടുന്നു. ഞാൻ പിന്നെ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം വർക്കിംഗ് ആണ് കേട്ടോ. ആരെങ്കിലും ഇതുപോലെ കടല വെള്ളത്തിലിടാൻ മറന്നുപോയാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. പിന്നെ അതൊക്കെ വെള്ളത്തിലിട്ട് ചോറിനുള്ള അരിയും കൂടി കഴുകി റൈസ് കുക്കറിലിട്ടു. പിന്നെ ഞാൻ ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങളൊക്കെ മുറിച്ച് മിക്സി ജാറിലിട്ടു. തേങ്ങ ഞാൻ എപ്പോഴും വാങ്ങുമ്പോൾ ഇതുപോലെ ചിരണ്ടി ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കുക കേട്ടോ ചെയ്യൽ. അതാകുമ്പോൾ പണി എളുപ്പമാണ്. കറിയിലിടുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ പിന്നെ വേഗം അത് ഇളകി കിട്ടും. നമുക്ക് വേഗം ഡയറക്റ്റ് എടുത്ത് അങ്ങ് ഇട്ടാൽ മതി. പിന്നെ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് തുണി അലക്കാണ്ട് അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. തുണിയെടുത്ത് പുറത്തിടാന്ന് വെച്ചാൽ ഇന്ന് വെതർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫുൾ മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു സ്റ്റാൻഡ് വെച്ച് അകത്ത് തന്നെ ഇടാമെന്ന്. മഴയാണ് കാണിക്കുന്നതെങ്കിലും ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വെയിൽ വരും. അപ്പോൾ പിന്നെ സ്റ്റാൻഡ് എടുത്ത് പുറത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോഴേക്കും അച്ഛനും മോളും എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. എണീച്ച് വന്നാൽ പിന്നെ അവർക്ക് വേഗം ചായ കുടിക്കണം. അപ്പോൾ പിന്നെ ഞാൻ വേഗം ചമ്മന്തി എടുത്ത് കടുക് വറുത്തിട്ടു. പിന്നെ ദോശയും ചുട്ടു. ചായ അരിച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാനിരുന്നു. നമ്മളിങ്ങനെ ലീവിലുള്ള ദിവസം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ചായ കുടിക്കാറ്. ഇല്ലെങ്കിൽ പിന്നെ പൊന്നൂട്ടിക്ക് സ്കൂളുണ്ടെങ്കിൽ അവൾ രാവിലെ ചായ കുടിച്ച് പോകുന്നതല്ലേ. പിന്നെ ഏട്ടനും ഞാനും മാത്രമായിരിക്കും. പിന്നെ ഞാൻ ഗ്യാസും അവിടെ ചുമരും അവിടെ തുറച്ചതൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അത് പിന്നെ കുക്ക് ചെയ്ത് അന്നേരം തന്നെ അത് വൃത്തിയാക്കിയിടണം. അല്ലാതെ പിന്നെ കുറച്ച് കഴിയട്ടെ അല്ലെങ്കിൽ പിന്നെ വൃത്തിയാക്കാമെന്ന് വെച്ച് ഞാനങ്ങനെ ഇടാറേ ഇല്ല. രാവിലെ ചായയും കടിയാക്കി അതപ്പം തന്നെ അവിടെ ക്ലീൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്ക് ആക്കണമെങ്കിൽ അന്നേരം ആക്കി കഴിഞ്ഞ് അന്നേരം ക്ലീൻ ചെയ്യും. അല്ലാതെ പിന്നെ രാവിലത്തെ ആക്കി ഉച്ചക്കത്തെ ആക്കി രണ്ടും കൂടി ഒരുമിച്ച് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ വെക്കാറേ ഇല്ല. അങ്ങനെ ആകുമ്പോൾ അത് കുക്ക് ചെയ്യാൻ എനിക്കൊരു ഇതുണ്ടാവുകയില്ല. ഞാൻ അപ്പം തന്നെ തുടച്ചുകൊണ്ട് വെക്കും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുടക്കും. ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ ഗ്യാസെല്ലാം ഒന്നും തുടക്കും, സൈഡിലേക്ക് കൂടെ എല്ലാം. എന്നാലും പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ എല്ലാം മാറ്റിയിട്ട് ബർണറും അതിൻ്റെ ഇതെല്ലാം മാറ്റിയിട്ട് ഒന്നും കൂടി തുടക്കും. അങ്ങനെ അപ്പം ചെയ്യാറ്. എന്നെപ്പോലെ ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്